വെൽക്കം ടു ഓൾ. ഐ എം സതീഷ് കുമാർ. നമ്മുടെ ബിടെക് ഇലക്ട്രിക്കലിന്റെ 4th സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും ഏറ്റവും അധികം പാടായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. പാടൊന്നുമല്ല, വളരെ സിമ്പിളാണ്, എങ്കിലും പാടായിട്ട് തോന്നുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഷോർട്ട് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും ടെസ്റ്റ് ഓഫ് എ 3-phase ട്രാൻസ്ഫോർമർ. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ ഉണ്ട്, ഇവിടെ നമുക്ക് 3-phase ട്രാൻസ്ഫോർമർ. അപ്പം നമുക്ക് ആ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് നമുക്ക് ഒന്ന് വയറിംഗ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എളുപ്പത്തിൽ നോക്കിയാലോ. സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ വരച്ച് എളുപ്പത്തിൽ ഒന്ന് വയറിംഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇവിടെ വേണ്ടതെന്ന് ആദ്യം നോക്കാം. അപ്പോൾ മെറ്റീരിയൽസ് റിക്വയർഡിന് നമുക്കൊരു ടാബ്ലർ കോളം തന്നെ ഉണ്ട്. അതിനുമ്പോൾ മെഷീൻ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് മെഷീൻ ഡീറ്റെയിൽസ് എടുത്ത പ്രകാരം നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത കാൽക്കുലേഷൻ എന്തായാലും തൊട്ടടുത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തതാണ് നമ്മുടെ വോൾട്ട് മീറ്റർ. 500 വോൾട്ടിന്റെ ഒരെണ്ണം വേണം. ഇത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാനാണ്, കാര്യം 415 വോൾട്ട് നമ്മളവിടെ അപ്ലൈ ചെയ്യണം. ഇനി വോൾട്ട് മീറ്റർ ഒരു 100 വോൾട്ടിന്റെ 100 വോൾട്ട് അല്ല പല ട്രാൻസ്ഫോമർ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു 3 kV ഒക്കെ ആണെങ്കിൽ അതിനകത്തൊരു 50 വോൾട്ടൊക്കെ മതി. പക്ഷെ ഇവിടെ 100, 500 അല്ലെങ്കിൽ 500, 50 എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ ചിലർക്ക് 200, 500 ആയിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് 100 വോൾട്ട് എന്ന് കാണിച്ചു. ഒരു 100 വോൾട്ടിന്റെ പറയുന്നത് ഇതെല്ലാം മൂവിങ് അയണാണ്. ഇനി അമ്മീറ്റർ 0 to 1 ആംപിയറിന്റെ ഒരെണ്ണം വേണം. അത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിനാണ്. നേരത്തെ കാണിച്ച 100 വോൾട്ട് മീറ്റർ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിനാണ്. ഓക്കെ, ഇനി അമ്മീറ്റർ മൂവിങ് ആയതുകൊണ്ട് തന്നെ 5 ആംപിയറിന്റെ ഒരെണ്ണം വേണം. എന്തുകൊണ്ട് 5 ആംപിയർ എടുക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത വാട്ട് മീറ്റർ ലോ പവർ ഫാക്ടർ LPF 0 to 500 വോൾട്ട് 2.5 ആംപിയർ 250 വാട്ടിന്റെ 2 വേണം. എന്തിനാണ് നമ്മൾ 2.5 ആംപിയർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ പവർ ഫാക്ടർ വളരെ ലോ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചു 1 ആംപിയറിന്റെ അമ്മീറ്റർ മതി എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 2.5 ആംപിയറിന്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിട്ടുന്ന അതേ ഉള്ളൂ. അതുപോലെ വോൾട്ട് മീറ്റർ 500 എടുത്തതുകൊണ്ട് തന്നെ ഇവിടെ 0 to 500 വോൾട്ട് നമ്മൾ കൊടുക്കണം. 3 ഫേസ് കണക്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് വാട്ട് മീറ്റർ UPF യൂണിറ്റി പവർ ഫാക്ടർ. അത് 0 to 150 വോൾട്ട്. നേരത്തെ നമ്മൾ കണ്ടു 0 to 100 വോൾട്ട് ആണ് നമുക്ക് വേണ്ടി വന്നത് അല്ലേ, ഷോർട്ട് സർക്യൂട്ടിന് വേണ്ടിയത്. അപ്പൊ അതുകൊണ്ട് 0 to 150 വോൾട്ടിന്റെ ഒരെണ്ണം. പിന്നെ നമ്മൾ അമ്മീറ്റർ 5 ആംപിയർ ആയതുകൊണ്ട് ഇവിടെയും 5 ആംപിയർ തന്നെയാണ്. 750 വാട്ടിന്റെ ഒരു അവിടെ 2 മീറ്റേഴ്സ് വേണം. 3 ഫേസ് ആയതുകൊണ്ട് R ഫേസിനും B ഫേസിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലുള്ളത്. ഇനി ഓട്ടോ ട്രാൻസ്ഫോമർ വേണം. കാര്യം എന്താണ്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിനായാലും നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിനായാലും വോൾട്ടേജ് എന്ന് പറയുന്നത് റേറ്റഡ് ആയിരിക്കണം. അതായത് ഫസ്റ്റ് കണ്ടീഷനിൽ കറണ്ട് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിന് വോൾട്ടേജ് റേറ്റഡ് ആയിരിക്കണം. രണ്ടാമത്തേന് കറണ്ട് റേറ്റഡ് ആയിരിക്കണം. അപ്പൊ ആ കണ്ടീഷനിലാണ് നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ വച്ച് വേരി ചെയ്ത് മാത്രമേ ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത വേണ്ടത് അതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, 0 to 470 വോൾട്ട് 15 ആംപിയർ 3 ഫേസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസ്ഫോമർ ആണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ ഞാനിപ്പോ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 3 kV, നമ്മുടെ വീഡിയോയിലും കാണുന്നതും എല്ലാം 3 kVA 415/415 സ്റ്റാർ ബാർ ഡെൽറ്റ. അപ്പൊ ആദ്യത്തെ 415 സ്റ്റാറും രണ്ടാമത്തെ 415 ഡെൽറ്റയുമാണ് അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അതും ഒരെണ്ണം നമുക്ക് വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളായപ്പോ നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമായ, പിന്നെ കണക്റ്റിംഗ് വയേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത്രയും സാഹചര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനമായി. ഓക്കെ, ഇനി നമുക്ക് ആ കറണ്ട് റേറ്റിംഗ് എങ്ങനെയാണ്. വോൾട്ടേജ് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ ഫുൾ റേറ്റഡ് വോൾട്ടേജ് തന്നെ കൊടുക്കാം. അപ്പൊ കറണ്ട് റേറ്റിംഗ് കണ്ടുപിടിക്കാൻ അപ്പൊ എങ്ങനെയാണ്, ഹൗ ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് റേറ്റഡ് കറണ്ട് ഓഫ് എ 3-phase ട്രാൻസ്ഫോമർ. അപ്രോക്സിമേറ്റ് എന്നേ പറയൂ, കാരണം അതൊരു KVAയിലാണ് നമ്മൾ കൊടുക്കുന്ന ലോഡിന്റെ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ അപ്രോക്സിമേറ്റ് എന്നേ പറയുന്നുള്ളൂ. എങ്ങനെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തേത് പവർ എന്ന് പറയുന്നത് 3 kV, അതായത് 3000 വോൾട്ട് ആംപിയർ ആണ്. ഇനി വോൾട്ടേജ് എന്ന് പറയുന്നത് 415 വോൾട്ട് ആണ്. ഇനി അതുപോലെ തന്നെ കറണ്ടിന്റെ ഇക്വേഷൻ, കറണ്ട് I = 3 ഫേസിലാകുമ്പോൾ പവർ ഡിവൈഡഡ് ബൈ √3 വോൾട്ടേജ് ഇൻറ്റു പവർ ഫാക്ടർ. അപ്പൊ പവർ ഡിവൈഡ് ബൈ √3 ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു പവർ ഫാക്ടർ ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് അപ്രോക്സിമേറ്റ് കണ്ടുപിടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പവർ ഫാക്ടർ ഒന്നുകിൽ നെഗ്ലക്ട് ചെയ്യുക അല്ലെങ്കിൽ
അതിന് നമുക്ക് 1 എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ അങ്ങ് എടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 3000 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു 415. നമുക്ക് അവിടെ വേണമെങ്കിൽ 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം പവർ ഫാക്ടർ. അപ്പൊ നമുക്ക് 4.16 ആംപിയർ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിന് 5 ആംപിയറിന്റെ അമ്മീറ്റർ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ കണക്ഷൻ ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിന്റെ കണക്ഷൻ ഡയഗ്രാം ആണ് അറിയേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കാം. ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറിൽ വന്ന് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടില് ആർ ഫേസ് നേരെ വന്ന് അമ്മീറ്ററിന്റെ ഒരു ടെർമിനലിലും, ഇത് ആലോചിക്കുക OC ടെസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ 1 ആംപിയറിന്റെ അമ്മീറ്റർ ആണ്. അതിന്റെ അമ്മീറ്ററിന്റെ ഒരു എൻഡിലും, അതുപോലെ തന്നെ അതിന്റെ ഔട്ട് എന്ന് പറയുന്നത് നേരെ ഫസ്റ്റ് വാട്ട് മീറ്ററിന്റെ എമ്മിലും, ആ എമ്മും സിയും തമ്മിൽ ഒരു കോണ്ടാക്ട്, ഒരു ചെറിയ വയറിന്റെ ഷോർട്ടിങ്ങും ചെയ്യണം. ഇനി എമ്മിനപ്പുറത്തായിട്ട് ഒരു ഉണ്ട്, ലോഡ്. അതായത് ആ ലോഡ് വയർ എന്ന് പറയുന്ന നേരെ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ A1ലേക്കും, ഇനി രണ്ടാമത് വൈ ഫേസിന്റെ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരെ നമ്മുടെ 2 വാട്ട് മീറ്ററുകളുടെയും വോൾട്ടേജ് V എന്ന് പറയുന്ന 500 അല്ലെങ്കിൽ 600, ഓരോ ട്രാൻസ്ഫോമറിൽ അങ്ങനെ വാട്ട് മീറ്ററിൽ അങ്ങനെ ആയിരിക്കുമെങ്കിലും 500 അല്ലെങ്കിൽ 600 എന്ന് പറയുന്ന ടെർമിനലായിട്ട് ജോയിന്റ് ചെയ്ത ശേഷം ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ട്രാൻസ്ഫോമറിന്റെ B1ലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇവിടെ പ്രൈമറി സ്റ്റാർ ആക്കി വെച്ചിരിക്കുകയാണ്. അത് സ്റ്റാർ ആക്കാന്ന് പറയുന്നത് A2, B2, C2 ഷോർട്ട് ചെയ്യുന്നു, A1, B1, C1 സപ്ലൈ കൊടുക്കുന്നു. ഇനി നമ്മുടെ ബി ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നേരെ വന്ന് രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ എമ്മിൽ കണക്ട് ചെയ്യുന്നു, എമ്മും സിയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ റെഡ് ഫേസ് കൊടുത്ത അതേപോലെ തന്നെ ഇനി വി നമ്മൾ നേരത്തെ പറഞ്ഞു, എൽ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ C1ലേക്കും കൊടുക്കുന്നു. അപ്പോ ഓട്ടോ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡ് സ്റ്റാർ ആക്കി കണക്ട് ചെയ്ത് നിർത്തുന്നു. ഇനി സെക്കൻഡറി സൈഡ് നമുക്കിവിടെ ഡെൽറ്റ മെത്തേഡിൽ, അതായത് A1 B2 B1 C2 A2 C1 എന്നുള്ള രീതിയിൽ ഷോർട്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഡെൽറ്റ പൊസിഷനിലാക്കി നമ്മൾ ഫ്രീ ആക്കി ഇടുകയാണ്. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോർമർ ഇപ്പോൾ ഡെൽറ്റ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, അവിടെ അങ്ങ് ഫ്രീ ആക്കി വിട്ടയക്കുക, നമ്മളൊന്നും അറിയുന്നില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡെൽറ്റ ആക്കി നമ്മൾ അങ്ങനെ നിർത്തണം. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിനെ വേരി ചെയ്ത് നമ്മളെ കാണുന്ന പറയാൻ വിട്ടു, റെഡ് ഫേസിനും യെല്ലോ ഫേസിനും ഇടയ്ക്കുള്ള ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. അപ്പൊ ഇനി ഓട്ടോ ട്രാൻസ്ഫോമർ വേരി ചെയ്ത് നമ്മുടെ ഈ വോൾട്ട് മീറ്റർ നമ്മുടെ റേറ്റഡ് വോൾട്ടേജ് ആയ 415 എത്തിക്കുക. അപ്പോഴുള്ള അമ്മീറ്ററിന്റെയും വോൾട്ട് മീറ്ററിന്റെയും 2 വാട്ട് മീറ്ററിന്റെ റീഡിംഗ് എടുക്കുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വാട്ട് മീറ്റർ 2 എന്ന് പറയുന്ന സാധനം മിക്ക കണ്ടീഷനിലും റിവേഴ്സ് പോവും. അപ്പൊ റിവേഴ്സ് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ സിയും എമ്മും സിയും, അതായത് എമ്മിൽ കിടക്കുന്ന 2 വയറുകൾ, അതായത് മെയിൻ വയറും അതുപോലെ സിയിലേക്ക് ഷോർട്ട് ചെയ്യുന്ന വയറും എടുത്ത് എൽ എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കുക. എല്ലിൽ കിടക്കുന്ന ഒരു വയർ, അതായത് C1ലേക്ക് പോകുന്ന വയറെടുത്ത് എമ്മിൽ കൊടുക്കുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ വാട്ട് മീറ്റർ നേരത്തെ നെഗറ്റീവ് കാണിച്ചെങ്കിൽ ഇത് പോസിറ്റീവ് കാണിക്കും. അപ്പൊ റീഡിങ് 40, 50, 60 എത്രയെന്ന് വെച്ചാൽ കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉണ്ട്. ആ കിട്ടുന്ന റീഡിങ്ങിനെ മൈനസ് ആയിട്ട് എഴുതുക. അതേസമയം വാട്ട് മീറ്റർ 1 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. അത് പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് SC ടെസ്റ്റ്, അതായത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിന് സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? A1 A2 അതെല്ലാം നമുക്ക് എന്താ നേരത്തെ കണ്ട അതേപോലെ തന്നെ വാട്ട് മീറ്റേഴ്സ് LPF എന്നുള്ളത് UPF ആവും, അമ്മീറ്റർ 1 ആംപിയർ എന്നുള്ളത് 5 ആംപിയർ ആവും, വോൾട്ട് മീറ്റർ 500 വോൾട്ട് എന്നുള്ളത് 100 വോൾട്ട് ആയിട്ട് മാറും. പിന്നെ ഇവിടെ നമുക്ക് സെക്കൻഡറി സൈഡ് ഡെൽറ്റ ആക്കിയ ശേഷം അതിനെ ഷോർട്ട് ചെയ്യുക. ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ കറണ്ട് കഴിയും. ഇനി എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമർ വളരെ സ്ലോലി വേരി ചെയ്യുക. വളരെ സ്ലോ, മറ്റേ ഓപ്പൺ സർക്യൂട്ട് ചെയ്തതുപോലെ ഇവിടെ രണ്ടാമത്തെ വാട്ട് മീറ്ററിന് തിരിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നേരിട്ട് തന്നെ കൊടുക്കുക. ഇവിടെ കാര്യം എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കണക്ഷൻ ഇന്റർചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇനി വളരെ സ്ലോലി വേരി ചെയ്യുക. വേരി ചെയ്യുമ്പോൾ മിക്കവാറും ഒരു 3 kVA ഒക്കെയാണ്, 415 വോൾട്ട് ആണെങ്കിൽ ഒരു 40 വോൾട്ടിൽ താഴെയുള്ള വോൾട്ടേജ് ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ആംപിയർ ആയ 4.16 അല്ലെങ്കിൽ 4.1 ആംപിയറിലേക്ക് എത്താം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും കറണ്ട് കൂടിപ്പോകരുത്. അതുപോലെ ആദ്യത്തെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ വോൾട്ടേജും കൂടിപ്പോകരുത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താണ് 3 ഫേസ് ട്രാൻസ്ഫോമറിന്റെ OPCയും SCയും ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമൊക്കെ പഠിച്ചില്ലേ? 3 ഫേസ് ട്രാൻസ്ഫോമർ SCOC, ഷോർട്ട് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും. ഇവിടെ സെക്കൻഡറി ആണ്. ഇത് നോക്കിയാൽ അറിയാം, നമുക്ക് ഒരു ബ്ലാക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 450ൻ്റെയും 230യുടെയും സൈഡുകളാണ്. ഇവിടെ നോക്കിയാൽ 460 വോൾട്ട്, 415 വോൾട്ട്, 230 വോൾട്ട്, 115 വോൾട്ട് ഇങ്ങനെ കിടപ്പുണ്ട് ഇതിനകത്ത്. അതുപോലെ ഉണ്ടോ? അപ്പോൾ നമുക്കിതൊന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ ചിലർ അത് ലോ വോൾട്ടേജ് സൈഡിൽ ചെയ്യും, ചിലർ ഹൈ വോൾട്ടേജ് ചെയ്യും. നമുക്കിവിടെ നമുക്ക് നോക്കാം, 415ൻ്റെ റെഡ്, 415ൻ്റെ യെല്ലോ, 415ൻ്റെ ബ്ലൂ. ഇതാ ഒരു കോമൺ നോട്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർ കണക്റ്റഡ് ആണ് ഈ സെക്കൻഡറി സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ വാട്ട് മീറ്ററിൻ്റെയും ഇതിൻ്റെ എല്ലാം കണക്ഷൻ ഡയഗ്രാം നേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് അങ്ങ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ പ്രൈമറി സൈഡ് എന്ന് പറയുന്നത് ഇവിടെ വേണ്ട 415 0, 415 0, 4. ഇപ്പോൾ റെഡ്, യെല്ലോ, ബ്ലൂ കുഴപ്പമുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർ ആക്കാം, വേണമെങ്കിൽ നമുക്ക് ഡെൽറ്റയോ ആക്കാം. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് A1 A2 B1 B2 C1 C2. അപ്പോൾ A1 B2 ഷോർട്ട് ചെയ്യുക, പിന്നെ B1 C2 ഷോർട്ട് ചെയ്യുക, അതുപോലെ ഇനി C1 A2 ഷോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു 3 ഫേസ് മെഷീൻ്റെ പാനലിൽ നിന്ന്, പോൾ ചേഞ്ചിങ് മോട്ടറിൻ്റെ പാനലിൽ നിന്നാണ് നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ എടുത്തിട്ടുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വാട്ട് മീറ്റർ 1, വാട്ട് മീറ്റർ 2, വോൾട്ട് മീറ്റർ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. വയറിങ് എൻഡുകൾ നേരെ വന്നിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രൈമറി നമ്മൾ എന്തായിരിക്കണം, സ്റ്റാറിലേക്ക് കൊടുത്തു, സ്റ്റാർ പോയിൻറ്റിലേക്ക് കൊടുത്തു, സ്റ്റാറാക്കി നിർത്തിയിരിക്കുകയാണ്. അതിന് ഡെൽറ്റ നമ്മൾ 415ൻ്റെ 3 എൻഡുകൾ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. ഞാനിപ്പോൾ സപ്ലൈ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൽ. നമുക്ക് അതിൻ്റെ 3 kV ആയതുകൊണ്ട് തന്നെ ഏകദേശം 4.1 ആംപിയർ നമുക്ക് ലോഡ് ചെയ്യണം. നമുക്കത് നോക്കാം. ഞാനിവിടെ അമ്മീറ്റർ ലോഡ് ചെയ്യുകയാണ്. നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ലോഡിങ് ചെയ്യുകയാണ്. 1. ഇപ്പോൾ 3 ആംപിയറായി, 3.5. ഞാൻ 4.05 ആംപിയർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. 4.05, 4.1 ആംപിയറിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് ഇത് 50-60ഓളം ഉണ്ട്. ഞങ്ങൾക്കത് കറക്റ്റായിട്ട് ഇപ്പോൾ ഇതിനകത്തുള്ള പൊസിഷൻ്റെ പ്രശ്നമാണ്. ഏകദേശം 50-60ഓളം വാട്ട്സ്. ഇതിനകത്ത് ഏകദേശം 100-ന് പുറത്ത്, 80-നടുപ്പിച്ച് വാട്ട്സ് ഉണ്ട്. വോൾട്ടേജ് 37-38 വോൾട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ SC ട്രസ്റ്റ് 3 ഫേസ് ട്രാൻസ്ഫോമർ. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ LPF വെച്ചിട്ടുള്ള OC ടെസ്റ്റും ചെയ്യേണ്ടത്. അപ്പോൾ നേരെ തിരിച്ചു വരും. ഇവിടെ നമ്മൾ സ്റ്റാർ, ഇവിടെ ആദ്യം തവണ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റാർ ആക്കിയിട്ട് സ്റ്റാർ പോയിൻറ്റിൽ നമ്മൾ കൊടുത്തെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് ഡെൽറ്റയിൽ കൊടുത്തിട്ട് സ്റ്റാർ പോയിൻ്റ് അങ്ങ് ഓപ്പൺ ചെയ്തിട്ടിട്ട് നമ്മൾ നോക്കും. ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള അതങ്ങ് മാറ്റിയിട്ട് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ആക്കി വെച്ചുകൊണ്ട് എടുക്കും. അപ്പോഴിവിടെ UPF വാട്ട് മീറ്റേഴ്സിന് പകരം LPF വാട്ട് മീറ്റർ വരും. ഇവിടെ ഈ 5 ആംപിയർ അമ്മീറ്ററിന് പകരം നമുക്ക് വരുന്നത് ഒരു 1.5 അങ്ങനെയെങ്കിലും. കാര്യം ഇപ്പോൾ വളരെ 1 ആംപിയറിന് താഴെയുള്ള കറണ്ടേ വരുള്ളൂ. ഓക്കെ, വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് അപ്പോഴും മാറും. 100 വോൾട്ട് എന്നുള്ള 415 വോൾട്ട് ആവും. ഇത്രേ അതിനകത്ത് വ്യത്യാസമുള്ളൂ. ഇത് OC ടെസ്റ്റ് ആകുമ്പോൾ LPF വാട്ട് മീറ്റർ, അതോടൊപ്പം തന്നെ നമ്മുടെ സപ്ലൈ സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇത് ഈ സെക്കൻഡറി സൈഡ് ഡെൽറ്റ ആക്കിക്കൊണ്ട് ഓപ്പൺ ചെയ്തിടുക. അതുപോലെ ഇവിടെ സ്റ്റാറിൽ സപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ 3 ഫേസ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ എത്തുന്നവരെ താങ്ക് യു.